കഴക്കൂട്ടത്ത് നിന്ന് വീട് വിട്ടുപോയ 13 വയസ്സുകാരി CWCയുടെ സംരക്ഷണയിൽ തുടരും. പെൺകുട്ടിയുടെ സഹോദരങ്ങളെയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചതായി CWC അറിയിച്ചു. മാതാപിതാക്കൾ ഇതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താൽപര്യമില്ലെന്ന് കുട്ടി അറിയിച്ചതായി CWC ജില്ലാ ചെയർപേഴ്സൺ ഷാനിബ ബീഗം പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച കഴക്കൂട്ടത്ത് നിന്ന് വീട് വിട്ടിറങ്ങിയ ആസാം സ്വദേശിയായ 13 വയസ്സുകാരി ഇന്നുച്ചയോടെ മാതാപിതാക്കളുടെ അരികിൽ തിരിച്ചെത്തി. മകളെ കെട്ടിപ്പിടിച്ച പിതാവ് വിങ്ങിപ്പൊട്ടി. വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ കുട്ടിയെ ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. മാതാവ് അമിതമായി ജോലി ചെയ്യിപ്പിക്കാറുണ്ടെന്നും അടിക്കാറുണ്ടെന്നും കുട്ടി CWCയോട് പറഞ്ഞു. കേരളത്തിൽ നിന്ന് പഠിക്കാനാണ് ഇഷ്ടമെന്ന് കുട്ടി പറഞ്ഞതായി CWC ജില്ലാ ചെയർപേഴ്സൺ ഷാനിബ ബീഗം. കുട്ടിയെ ഞങ്ങൾ വിശദമായി കേട്ടിട്ടുണ്ട്. അവളുടെ വീട്ടിൽ അവളുടെ അമ്മ കുറേ ജോലികൾ ചെയ്യിപ്പിക്കും, അടിക്കും, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവൾ ഇവിടുന്നേക്ക് പോയത്. പിന്നെ അവൾക്ക് കേരളത്തിൽ തന്നെ നിൽക്കണം, പാരൻസിനെ കാണണം. പക്ഷേ പാരൻസിൻ്റെ കൂടെ തൽക്കാലം പോകാൻ കുട്ടി ഉദ്ദേശിക്കുന്നില്ല. ആരോ ഒരാൾ ഒരു സ്ത്രീ വാങ്ങിക്കൊടുത്തൊരു ബിരിയാണിയും കഴിച്ചു. പിന്നെ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഈ വിശാഖപട്ടണത്ത് എത്തുന്നതും അവിടെ ഈ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാവരും പിന്നെ 24-ലെ അലക്സ മുഹമ്മദ് നേരത്തെ തന്നെ അവിടെ അറിയിച്ചിരുന്നു. കുട്ടിക്ക് 10 ദിവസം CWC കൗൺസിലിംഗ് നൽകും. വീട്ടിലെ സ്ഥിതി മോശമായതിനാൽ കുട്ടിയുടെ 2 സഹോദരങ്ങളെയും ഏറ്റെടുക്കുമെന്ന് CWC അറിയിച്ചു. 13-കാരിയുടെ കൗൺസിലിംഗ് കഴിഞ്ഞാൽ 2 സഹോദരങ്ങളെയും ഏറ്റെടുക്കാനാണ് CWC തീരുമാനം. അച്ഛനും അമ്മയും കേരളത്തിൽ തന്നെ തുടരും. വീട്ടിൽ പോകണ്ട എന്ന് കുട്ടി പറയുന്നതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കും. 24 തിരുവനന്തപുരം.